വലിയച്ഛൻ വരുന്നുണ്ട്. ഭക്ഷണം കുറച്ച് റിച്ച് ആയിക്കോട്ടെ. ഓക്കെ. നല്ല രുചി, ലഘുവാണ്. കുറവുപ്പ്, കുറവെണ്ണ, കുറവ് പഞ്ചസാര. എന്നാൽ കൂടുതൽ ആരോഗ്യം, കൂടുതൽ സന്തോഷവും. അതെ, ശ്രദ്ധയോടെയുള്ള പാചകം ചെയ്യൽ സ്നേഹത്തോടെയുള്ള പാചകം ചെയ്യലാണ്. പാമ്പാടി നെഹ്റു എഞ്ചിനീയറിംഗ് കോളേജിൽ APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാലയുടെ അംഗീകൃത PhD ഗവേഷണ കേന്ദ്രം പദവി ലഭിച്ചു. റാങ്ക് തിളക്കത്തോടൊപ്പം ഗവേഷണ കേന്ദ്രം എന്ന പദവിയിലും കോളേജ് കരുത്തറിയിക്കുന്നു. പാമ്പാടി നെഹ്റു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് റിസർച്ച് സെന്ററിന് APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാലയുടെ അംഗീകൃത PhD ഗവേഷണ കേന്ദ്രം എന്ന പദവി ലഭിച്ചു. നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ അനൂപ് KJ. ഞാൻ നെഹ്റു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് റിസർച്ച് സെന്ററിൻ്റെ പ്രിൻസിപ്പളാണ്. കോളേജ് സ്ഥാപിതമായത് 2002 നമ്മുടെ കോളേജ് APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ അഫിലിയേഷനോടുകൂടി വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. നമുക്ക് ഇവിടെ റിസർച്ച് ഫെസിലിറ്റീസും അതുപോലെ തന്നെ അക്കാഡമിക്സ് നിലവാരവും നല്ല ക്വാളിഫിക്കേഷനുമുള്ള അധ്യാപകരും നമ്മുടെ കോളേജിൽ ഉണ്ട്. എൻജിനീയറിങ്, BTech അതായത് UG കോഴ്സസ്, അതുപോലെ തന്നെ PG കോഴ്സസ്, MTech, MBA, MCA എന്നീ കോഴ്സുകളാണ് നമ്മുടെ കോളേജിൽ നിന്ന് വരുന്നത്. ഈ റീസെൻ്റായി നമ്മുടെ കോളേജിന് APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ പ്ലേസ് ഓഫ് റിസർച്ച് എന്ന് പറയുന്ന ഒരു അംഗീകാരം ലഭിക്കുകയുണ്ടായി. പ്ലേസ് ഓഫ് റിസർച്ച് എന്ന് പറയുന്നത് എല്ലാ കോളേജുകളിലും കിട്ടുന്ന ഒരു അംഗീകാരമല്ല. വളരെ കുറച്ച് കോളേജുകൾക്ക് മാത്രം യൂണിവേഴ്സിറ്റി തന്നിരിക്കുന്ന ഒരു അംഗീകാരമാണ് പ്ലേസ് ഓഫ് റിസർച്ച്. അതിന് ഒരു മിനിമം നമ്പർ ഓഫ് UG കോഴ്സസും PG കോഴ്സസും ഒക്കെ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അക്കാഡമിക് നിലവാരം നന്നായി പുലർത്തുന്ന കോളേജുകൾക്ക് മാത്രമേ അങ്ങനെയുള്ള അംഗീകാരം കൊടുക്കാറുള്ളൂ. സ്റ്റാഫ് മെമ്പേഴ്സ്, നമ്മുടെ ഫാക്കൽറ്റി മെമ്പേഴ്സ്, അധ്യാപകർ, അവരൊക്കെ മികച്ച ക്വാളിഫിക്കേഷനോടുകൂടി ഉള്ളവരും ഈ APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ റിസർച്ച് സൂപ്പർവൈസറായി അംഗീകാരം കിട്ടിയിട്ടുള്ള അധ്യാപകരുമായിരിക്കണം. അങ്ങനെയുള്ള അധ്യാപകരുടെ എണ്ണം, അതുപോലെ തന്നെ നമ്മുടെ റിസർച്ച് ഫെസിലിറ്റീസ്, ഇതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഈ ഒരു അംഗീകാരം നമ്മുടെ കോളേജിന് ഈ വർഷം നൽകിയിരിക്കുന്നത്. 2026-27 അതായത് അടുത്ത അക്കാഡമിക് ഇയർ, അടുത്ത അക്കാഡമിക് വർഷത്തിൽ നമ്മുടെ 25ാമത്തെ വർഷം, അതായത് സിൽവർ ജൂബിലി കൊണ്ടാടുകയാണ്. അപ്പം എല്ലാവർക്കും കോളേജ് വന്ന് വിസിറ്റ് ചെയ്യാനുള്ള സർവകലാശാല നിശ്ചയിച്ച അടിസ്ഥാന സൗകര്യങ്ങൾ, ഗവേഷണ ലാബുകൾ, യോഗ്യതയുള്ള ഗൈഡുകൾ, അക്കാദമിക് നിലവാരം എന്നിവ വിലയിരുത്തിയ ശേഷമാണ് ഈ സുപ്രധാന അംഗീകാരം കോളേജിന് നൽകിയത്. ഈ പ്ലേസ് ഓഫ് റിസർച്ചിനോടൊപ്പം തന്നെ നെഹ്റു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് റിസർച്ച് സെന്റർ നമ്മുടെ കോളേജിന് NAC അക്രഡിറ്റേഷൻ ഉണ്ട്. A ഗ്രേഡില് NAC അക്രഡിറ്റേഷൻ 3.18 സ്കോറിൽ ആദ്യമായിട്ട് കിട്ടിയ കേരളത്തിലെ ഒരു എഞ്ചിനീയറിംഗ് കോളേജാണ് നെഹ്റു കോളേജ്. അതുപോലെ തന്നെ NB അക്രഡിറ്റേഷൻ, അതും ഒരു നാഷണൽ അക്രഡിറ്റേഷനാണ്. ഇപ്പം ഓൾറെഡി 2 ഡിപ്പാർട്ട്മെന്റിന് നമുക്ക് NB അക്രഡിറ്റേഷൻ ഉണ്ട്. അതല്ലാതെ 3 ഡിപ്പാർട്ട്മെന്റിനും കൂടെ ഇപ്പം NB അക്രഡിറ്റേഷന്റെ വിസിറ്റ് കഴിഞ്ഞ് ഞങ്ങൾ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു. തീർച്ചയായിട്ടും ആ 3 ഡിപ്പാർട്ട്മെന്റിനും കൂടെ NB അക്രഡിറ്റേഷൻ കിട്ടും. അത് മാത്രമല്ല, ഈ സ്ഥാപനം ISO 9001:2015 സർട്ടിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷനും കൂടെയാണ്. അത് എല്ലാ തരത്തിലും ക്വാളിറ്റി വളരെ നല്ലപോലെ പുലർത്തുന്ന കോളേജുകൾക്ക് മാത്രം കിട്ടുന്ന അംഗീകാരങ്ങളാണ് ഇന്ത്യയിൽ പ്രധാനമായും കൊടുക്കുന്ന ഈ തരത്തിലുള്ള അപ്രൂവൽസ്. ഇത് AICTEയുടെ അണ്ടറിലാണ് ഈ കോളേജ് ചെയ്യുന്നത്. അപ്രൂവൽ ഓരോ വർഷവും നമ്മൾ AICTEയുടെ അപ്രൂവൽ എടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് ഈ കോളേജിന്റെ എല്ലാ കോളേജുകൾക്കും അതിന്റെ അക്കാഡമിക്സ് കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പം ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും അതുപോലെ തന്നെ AICTEയിൽ നിന്നും ഇൻസ്പെക്ഷൻ വെച്ചതിന് ശേഷമാണ് ഓരോ വർഷവും എല്ലാ കോളേജുകൾക്കും അപ്രൂവൽ കൊടുക്കുന്നത്. അതിൽ മികച്ച നിലവാരം പുലർത്തുന്ന കോളേജുകൾക്കാണ് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ തരത്തിലുള്ള അക്രഡിറ്റേഷൻസും അതുപോലെ പ്ലേസ് ഓഫ് റിസർച്ച് ഒക്കെ.
ഇതോടെ വിവിധ എഞ്ചിനീയറിംഗ് ശാഖകളിൽ ഗവേഷണം നടത്തുന്നതിനും വ്യവസായ അക്കാദമിക് സഹകരണ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിനും കോളേജിൽ സൗകര്യമൊരുങ്ങും. ഗേറ്റ് യോഗ്യത നേടിയ ഗവേഷകർക്കും അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഈ അംഗീകാരം വലിയ അവസരങ്ങളാണ് തുറന്നു നൽകുന്നത്. ഗവേഷണാധിഷ്ഠിത വിദ്യാഭ്യാസത്തിലൂടെ മികവിന്റെ പുതിയ മാനദണ്ഡങ്ങൾ സൃഷ്ടിക്കുകയാണ് ലക്ഷ്യമെന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ അനൂപ് KJ അറിയിച്ചു. കൂടാതെ വിവിധ കോഴ്സുകളിൽ ഉന്നത റാങ്കുകൾ കരസ്ഥമാക്കി കോളേജ് മികച്ച വിജയം കൈവരിക്കുകയും ചെയ്തു. നമ്മുടെ കോളേജിലെ PhD ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഡോക്ടറേറ്റ് ചെയ്യാൻ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ചെയ്യാൻ താല്പര്യമുള്ള അവർക്ക് ഇവിടെ അപേക്ഷിക്കുകയും ഇവിടെ റിസർച്ച് അവരുടെ PhD അവർക്ക് കംപ്ലീറ്റ് ചെയ്യുവാനായിട്ട് സാധിക്കും. അതിനുള്ള PhD കഴിഞ്ഞ റിസർച്ച് സൂപ്പർവൈസർ ആയിട്ടുള്ള അധ്യാപകർ ഇവിടെയുണ്ട്. നല്ല ലൈബ്രറി ഫെസിലിറ്റി, ഇൻഫ്രാസ്ട്രക്ചർ, ലൈബ്രറി ഫെസിലിറ്റി, അതുപോലെ തന്നെ ഇന്റർനെറ്റ് ഫെസിലിറ്റി, ഇതെല്ലാം വളരെ അത്യാവശ്യമാണ് ഇങ്ങനെ ഒരു പ്ലേസ് ഓഫ് റിസർച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ താല്പര്യമുള്ളവർക്ക് ഇവിടെ തീർച്ചയായിട്ടും റിസർച്ച് ചെയ്യാനുള്ള ഫെസിലിറ്റി നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് സപ്പോർട്ട് എല്ലാം ഇത് ചെയ്യുന്ന ആൾക്കാർക്ക് വിദ്യാർത്ഥികൾക്ക് നമ്മൾ നൽകുന്നതാണ്. താങ്ക് യു. CCV ന്യൂസ്, തിരുവല്ലോമല.